സണ്ണി ലിയോണിന്റെ പടങ്ങളൊക്കെ വെച്ചിട്ട് ഈ അപ്പികളെല്ലാം കൂടെ സുന്ദരിക്ക് പൊട്ടിടാൻ പോവുകയാണ്. ആദ്യമായിട്ട് സോദിയാണ് പൊട്ടും കൊണ്ട് പോകുന്നത്. സോദി പോണതിന് മുമ്പ് അനന്തുഗോപ എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ട്. എന്തരാണോ എന്തോ. ഭദ്ര പൊട്ടൊക്കെ എടുത്ത് സോദിയുടെ കൈകളിലോട്ട് കൊടുത്തു. സോദി നേരെ വന്ന് പൊട്ട് കുത്തിയത് ഒരുപാട് മുകളിലോട്ടായിപ്പോയി. അടുത്ത ശിശിരയാണ് വന്നത്. ശിശിരയുടെ കുത്തും ശരിയായിട്ടില്ല. ശിശിരയും തെറ്റിച്ച്. എങ്കിൽ ശരി ഞാൻ നോക്കാമെന്നും പറഞ്ഞ് അനന്തുഗോപ ഇതാ പൊട്ടും മേടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാണ്. അവൻ കുത്തുമോ എന്തോ. പൊട്ടുകൊണ്ട് അപ്പുറത്ത് അയ്യത്ത് കുത്തി വെച്ചേക്കണത്. ഇവ എന്തൊരപ്പി കാണിക്കണത്. എന്തരായാലും സണ്ണി ചേച്ചിയുടെ നെഞ്ചത്ത് കുത്തൂല, നെറ്റി തന്നെ കുത്തുമെന്നും പറഞ്ഞാണ് വിശാല് വരണത്. അവന്റെ വരവ് കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു അവൻ കറക്റ്റ് കുത്തുമെന്ന്. അടുത്ത ഊഴം പൗത്രയുടെ ആയിരുന്നു കേട്ടാ. അവള് നല്ല രീതിയിൽ തന്നെ ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അമ്മു 2-3 വട്ടം അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി. ഇരിക്കണ പാടം എൻ്റെ അതേ പൊക്കമാണെന്ന് അവൾ നേരത്തെ പറയണുണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെ അവൾ കുത്തി. പക്ഷേ വിശാല് കുത്തിയതിൻ്റെ അല്പം താഴോട്ടാണ് അവൾ കുത്തിയത്. അടുത്തതായിട്ട് അനുശ്രീയുടെ ഊഴം. അനുശ്രീയെ 2 വട്ടമൊക്കെ ഒന്ന് കറക്കി അവൾ പയ്യെ അങ്ങോട്ട് പോയി. ഒട്ടും കൊണ്ടുപോയ അനുശ്രീക്ക് എവിടെ കുത്താൻ പറ്റുമെന്ന് ഒരു പിടിയും ഇല്ല. എങ്കിലും എവിടെയൊക്കെയോ കുത്തിവെച്ച്. അത് കഴിഞ്ഞിട്ട് ആമിനെയായിരുന്നു. ആമയുടെ ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഉടൻ തന്നെ കുത്തുവന്ന്. അപ്പുറത്തിരിക്കുന്ന മുകേഷ് ഏട്ടൻ്റെ നെറ്റിക്ക് തന്നെ കൊടുത്തു ഒരു കുത്ത്. ഇത്ര കൃത്യമായിട്ട് മുകേഷ് ഏട്ടന് കൊടുത്ത വേറെ ആരും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഗോകുൽ ജോഷ് ജയിക്കാതിരിക്കാനുള്ള പല അടവുകൾ അനന്തുഗോപം പയറ്റുന്നുണ്ട്. അവൻ അതിൻ്റെ ഇടയിലൊക്കെ വന്ന് നിന്ന് അവൻ്റെ നെഞ്ചിൽ കണ്ണിലും ഒക്കെ പേടിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടന്നില്ല. ഗോകുൽ കുത്തിയ ശേഷം പിന്നെ വരുന്നത് കാളിദാസായിരുന്നു. കാളിദാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി അവനും എവിടെയൊക്കെയോ കൊണ്ട് കുത്തണം. എന്തൊരു പാടെന്നും പറഞ്ഞ് അവിടെ നോക്കി റാഫിയെ പിടിച്ച് കയറ്റി. അവനും നേരെ വന്ന് എവിടെയൊക്കെ കുത്തി. അത് കഴിഞ്ഞിട്ട് അമ്മൂനെ അങ്ങ് പിടിച്ചു കൊടുത്ത്. അവളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കുത്ത് ശരിയാകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അവൾ ആദ്യം പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് കവിളത്ത് നല്ല ഒരു കുത്ത് വെട്ട്. എന്നെ പിടിച്ചിങ്ങനെ കറക്കണുണ്ട് കേട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം അഭിജിത്തിനെ അതേപോലെ കറക്കി വിട്ട്. ഇത് 2 വീഡിയോ എടുത്ത് ഒരു മൊത്തം എടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം വരണം നമ്മുടെ ദേവികയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നു. അമ്മയും വിളിച്ചുകൊണ്ട് ദേവികയുടെ ഒരു പോക്കുണ്ട്. ദേവിക നേരെ വന്ന് കുറേ തപ്പി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുത്തങ്ങട് കൊടുത്ത്. ആ കുത്തും ഏതാണ്ട് ശരിയായില്ല. അവസാനമായിട്ട് വിമലലീനാണ് വന്നത് കേട്ടാ. അവൻ നേരെ വന്നിട്ട് എങ്ങോട്ടൊക്കെയോ ഒരു കുത്തൊക്കെ കുത്തി. അങ്ങനെ നമ്മുടെ മത്സരം അവസാനിച്ച് വിശാലിനെ വിജയിയായിട്ട് പ്രഖ്യാപിച്ച്. എന്തായാലും നമ്മൾ ഹാപ്പിയാണ്. കണ്ട നിങ്ങൾ ഹാപ്പിയാണെന്ന് വിശ്വസിക്കണ്.